അവകാശവാദം എന്തായിരുന്നു? ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി തന്നെയാണെന്നും ഇത് തനിക്ക് കിട്ടിയിട്ടുള്ളത് അബൂദാബിക്കാരനായ ഖസറജിയാണ് ഇത് തനിക്ക് കൊണ്ടുവന്നത് എന്ന്. വാസ്തവത്തിൽ ബോംബെയിലെ ഏതോ ഒരു ചേരിയിൽ താമസിക്കുന്ന ഫാത്തിഹ പോലും ശരിക്ക് ഓതാൻ അറിയാത്ത ജാലിയവാല എന്ന് പറയുന്ന ഒരു ജാഹിലായ മനുഷ്യനുണ്ട്. അയാളുടെ കയ്യിൽ ഇതുപോലെ കുറെ കെട്ടുകണക്കിന് മുടികളുണ്ട്, പലതുമുണ്ട് അയാളുടെ കയ്യിൽ. അയാളൊരു പുരാവസ്തു സൂക്ഷിപ്പുകാരൻ എന്ന നിലക്കുള്ള ഒരു ആക്രി കച്ചവടക്കാരനാണ്. അയാളുടെ കയ്യിൽ ബോംബെയിലെ തെരുവീഥികളിലുള്ള പല മുടിക്കെട്ടുകളുമുണ്ട്. പോയവരും കണ്ടവരും അവരുടെ കൂട്ടത്തിലുള്ളത് അത് സാക്ഷ്യപ്പെടുത്തിയ തെളിവുകൾ നമ്മുടെ കൈകളിലുണ്ട്. ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. ആ വിധത്തിലുള്ള ബോംബെയിലെ ഒരു പടുജാഹിലായ ഒരു വിഡ്ഢിയായ ഒരു വ്യാജൻ ഷെയ്ഖായി ചമഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്നുണ്ട്. അയാൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വലിയ മുറബിയായ ഷെയ്ഖാണത്രേ. സൂറത്തുൽ ഫാത്തിഹ പോലും അയാൾക്ക് മര്യാദക്ക് തെറ്റുകൂടാതെ ഓതാൻ അറിയില്ല. അയാളിൽ നിന്നാണ് കാന്തപുരത്തിന് ആദ്യം കിട്ടിയത്. പിന്നെ മൂപ്പര് പറഞ്ഞു, എനിക്ക് അബൂദാബിയിലെ വ്യക്തിയിൽ നിന്ന് കിട്ടിയെന്ന്. അങ്ങോട്ട് പോയതും വാസ്തവത്തിൽ ഈ ജാലിയവാല ബോംബെയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതായിരുന്നു അത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ഏറ്റവും വലിയ കള്ളത്തരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാടൊട്ടാകെ പറഞ്ഞു വരുത്തി. തീർന്നില്ല. ആ മുടി ഞാൻ സൂക്ഷിക്കുവാൻ വേണ്ടി ഇതാ ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മസ്ജിദ് ഷഅറെ മുബാറക് എന്ന പേരിൽ ബാനറുകൾ അടിച്ചു രാജ്യത്തൊട്ടാകെ പ്രദർശിപ്പിച്ചു. ആ പള്ളിക്ക് 40 കോടിയാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു. 1000 രൂപയുടെ കൂപ്പണുകൾ അടിച്ച് നാടൊട്ടാകെ ജനങ്ങളിൽ നിന്ന് ക്യാഷ് പിരിച്ചെടുത്തു. അങ്ങനെ ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഉള്ളിലൊരു പള്ളിയും ഉണ്ടാക്കി. പക്ഷേ ആ മുടി എവിടെ? ആ മുടിയുടെ പ്രദർശനം ഇപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇത്ര വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കള്ളമുടി മാത്രമല്ല, അത് മൂപ്പർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും അതൊന്നും മറന്നിട്ടില്ല. കുറെ കാലമായില്ലേ, മറന്നുപോകും എന്ന് പലരും വിചാരിച്ചു കാണും. അബൂദാബിക്കാരൻ ഇയാൾക്ക് കൊണ്ടുവന്നിട്ട് മുടി കൈമാറുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. وجب الشكر علينا ما دعا لله الله أكبر الله أكبر الله أكبر لا إله دائما أبدا على حبيبك خير للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. കണ്ടോ എത്ര വ്യക്തമായിട്ട് തലഅൽ ബദ്റു അലൈന എന്നൊക്കെ ഇങ്ങനെ ബൈത്തൊക്കെ ചൊല്ലിയിട്ടാണ് മൂപ്പർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു സനദും വായിക്കുന്നുണ്ട്, കള്ള സനദ്. മാത്രമല്ല, അതിൻ്റെയും കൂടെ പേരോടാകുന്ന അരിമ ശിഷ്യൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മളോട് സംസാരിച്ചത് ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. എന്താ പേരോട് അവകാശപ്പെടുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഇതുവരെ കിട്ടാത്തത് കൊണ്ടായിരുന്നു ഖസറജി കാന്തപുരം ഉസ്താദിന് ഇതുവരെ മുടി കൈമാറാതിരുന്നത്. എന്നാൽ
ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ശൈഖ് പറഞ്ഞപ്പോ ഞാനും അവിടെ സമീപത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഖസറജി അവിടെ വന്നിട്ട് എന്താണത്രേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവരെ ഇത് ശൈഖ് അബൂബക്കറിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പൊ അത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നബി സ്വപ്നത്തിൽ വന്ന് ശൈഖ് അബൂബക്കറിന് മുടി കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിവിടെ വന്ന് തരുന്നത് എന്ന് ഈ അഹമ്മദ് ഖസറജി ഉസ്താദിനോട് പറയുമ്പോൾ ഞാനും അവിടെ അത് കേട്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്നു എന്നാ പേരോട് പറയുന്നത്. അത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു മുടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാസ്തവത്തിൽ ഒറിജിനൽ ഒരു മുടിയോ അവശിഷ്ടമോ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി ഉദ്ധരിക്കേണ്ടത്? അത് ഒറിജിനൽ അല്ല എന്ന് മൂപ്പർക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ ഈ ആത്മകഥയിൽ അതിനെക്കുറിച്ച് അരവരി പോലും പരാമർശമില്ലാഞ്ഞത്? തന്റെ ഭാര്യയായ സൈനബക്ക് കൊടുത്ത സമ്മാനങ്ങളെക്കുറിച്ച് വരെ പുസ്തകത്തിൽ പരാമർശമുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് അത് സ്വപ്നത്തിലൂടെ വന്ന് അബൂബക്കറിന് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തയച്ചിട്ടുള്ള ഈ സമ്മാനം തനിക്ക് കിട്ടിയത് പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല. മാത്രമല്ല, ഇനി മുടി എന്നുള്ള വിഷയം മറന്നുപോയത് കൊണ്ടായിരിക്കോ? അതുമല്ല എന്നാണ് വായിച്ചവര് പറയുന്നത്. കാരണം കാശ്മീരിൽ ഒരു മുടിയുണ്ട്, അതും വ്യാജമാണ്. കാരണം ലോകത്ത് എവിടെയും ആ മുടിയില്ല. കാശ്മീരിലുള്ള ഒരു മുടിയുണ്ട്, അതും വർഷം തോറും പല ഘട്ടങ്ങളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ ഉള്ളവൻ കാശ്മീരിൽ പോയപ്പോൾ ഒരിക്കൽ ആ മുടി പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമാണ് അവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് അവിടെ മുടി പ്രദർശിപ്പിക്കുന്നത് നേരിൽ കാണുവാൻ ഈ ഉള്ളവനും സാധിച്ചിട്ടുണ്ട്. എല്ലാം കള്ളമുടികളാണ്. ഒറിജിനൽ ഒരവശിഷ്ടവും ലോകത്ത് ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ വലിയ പ്രസിദ്ധമായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണല്ലോ അത്. എങ്കിൽ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ആ കാശ്മീരിലെ മുടി എന്ന് പറയുന്ന മുടിയെപ്പറ്റി പോലും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ടത്രേ. എന്നിട്ടും എന്തേ തൻ്റെ കയ്യിലുള്ള 3 മുടികളെ സംബന്ധിച്ച്, താടിരോമത്തെ സംബന്ധിച്ച്, കയ്യിലുള്ള മുടിയെ സംബന്ധിച്ചൊന്നും ഒരക്ഷരം ഈ ആത്മകഥയിൽ എവിടെയും പറയാതെ പോയത് എന്തുകൊണ്ടായിരുന്നു? അതേപോലെ തന്നെ നിങ്ങൾ അവകാശപ്പെട്ടിരുന്നല്ലോ, എനിക്കിതാ ഇപ്പോൾ മുടി തന്ന അതേ ഖസറജി മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയിരുന്ന പാത്രം ഇതാ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പാത്രം നിങ്ങൾ പൊക്കിക്കാണിച്ചിരുന്നു. വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന പാത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളപാത്രം, കള്ളമുടി പോലെ നിങ്ങൾ സ്റ്റേജിൽ ഉയർത്തി കാണിച്ചിരുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ഇതിലൊഴിച്ച വെള്ളം ഇനി നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടുമെന്നും ഖസറജി അവിടെ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നുമൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടിരുന്നു. ഇത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതെന്ന് പറയുന്ന ഒറിജിനൽ ഒരു കാര്യം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ദുന്യാവിലുള്ള സർവത്തെക്കാളും ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ടതും ഏറെ ഇഷ്ടപ്പെടുന്നതുമായിരിക്കണമല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാരുടെ 419ഓളം പേജുള്ള ആത്മകഥയിൽ മഹാനായ നിബിതങ്ങൾ കൊടുത്തയച്ച ഈ മുടിയെപ്പറ്റി, പാത്രത്തെപ്പറ്റി ഒരക്ഷരം പറയാത്തത്? ഇത് സ്വാഭാവികമായും അറിയുവാൻ കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. കാരണം ഇത് കള്ളമുടിയാണ് ജനങ്ങളെ. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതായി ഒരു അവശിഷ്ടങ്ങളും ലോകത്ത് ബാക്കിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന നബി നിന്ദകരാണ് ഞങ്ങളെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമില്ലാത്തവരാണ് ഞങ്ങളെന്നും നാട് നീളെ മൈക്ക് കെട്ടി സ്റ്റേജിലൂടെയും പേജിലൂടെയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തവരാണ് കാന്തപുരവും അനുയായികളും.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്, എന്തേ ഇത്രത്തോളം കൊട്ടും കുരവയും ആഘോഷവുമൊക്കെയായി കൊണ്ടു നടന്ന ഈ മുടിയെപ്പറ്റി നിങ്ങളുടെ പുസ്തകത്തിൽ ഒരക്ഷരം പറയാതെ പോയത്? ഞങ്ങൾക്ക് ചിലത് അറിയേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ മുടി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ അല്ല, അത് പണ്ടേ നിങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ നിങ്ങളത് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം നേർക്ക് നേരെ ഒറ്റയടിക്ക് പൊതുസമൂഹത്തോട് നേരിട്ടാണ് പോയിട്ട് എൻ്റെ കയ്യിലുണ്ട മുടി എന്ന് പറഞ്ഞ നബി തങ്ങളുടെ പേരിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന മുടിയും പാത്രവുമൊക്കെ അത് കള്ളമുടിയാണ്, കള്ളപാത്രമാണ്, ഒറിജിനൽ അല്ല എന്ന് നേരിട്ട് തെറ്റ് എനിക്ക് പറ്റിയതാണ് എന്ന് നേരിട്ടങ്ങോട്ട് ഒരു മാപ്പ് പറയാൻ നിങ്ങൾക്ക് കുറച്ച് ജാള്യതയുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം ആദ്യപടി എന്ന നിലക്ക് പതുക്കെ ആ മുടിയും പാത്രമൊക്കെ നിങ്ങളിപ്പോൾ വിശ്വാസപൂർവം അത് മുക്കിയിരിക്കുകയാണ് എന്നാണ് ഇപ്പം ഞങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതല്ല, നിങ്ങൾക്കതൊക്കെ ഒറിജിനലാണ് എന്ന് ഇപ്പോഴും വാദമുണ്ടോ? അതൊക്കെ നബിതങ്ങളുടെ മുടിയും പാത്രവും തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല? അത് മറന്നുപോയതാണോ? അതോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ, നിങ്ങളുടെ സമസ്ത മുശാവറയിലെ അംഗങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ മുടിയും പാത്രമൊക്കെ കള്ളപ്പാത്രമാണ്, കള്ളമുടിയാണ് എന്ന് ബോധ്യമുള്ള മുശാവറ മെമ്പർമാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഉപജാപക സംഘം. ആ സംഘത്തിൻ്റെതായ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇവരൊക്കെ അത് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്, എന്നാ പിന്നെ ഇനി അവസാന കാലത്ത് എഴുതിയ എൻ്റെ ഈ ആത്മകഥാ പുസ്തകത്തിൽ ഇനിയിപ്പോൾ ഞാനായിട്ടത് പൊക്കിക്കൊണ്ടുവന്ന് ഇനിയും അതിനൊരു വർണ്ണം ചാർത്തണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണോ അല്ലേ എന്ന് നിങ്ങളൊന്ന് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തായിരുന്നാലും അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കതിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളിത് മൂടി വെച്ചു മുക്കിക്കളഞ്ഞു. അതല്ല എന്ന് വേറെ എന്തെങ്കിലും അഭിപ്രായമാണോ ഉള്ളത്? അത് നിങ്ങൾ പറയുക. അത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിച്ച പാത്രവും മുടിയുമടക്കമുള്ള അവശിഷ്ടങ്ങൾ, എത്ര വേദനാജനകമായിരുന്നു ആ കാഴ്ചകൾ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് പറഞ്ഞു എന്ന ആ രൂപത്തിലുള്ള അപരാധം പറഞ്ഞാൽ നരക സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുത്തെ പേരിൽ അവിടുത്തേതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന കള്ളമുടിക്കും കള്ളപാത്രത്തിനും ഒരുപോലെ ബാധകമാണ് എന്ന ഗൗരവം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബ